Hello, good morning all. Welcome back to the online class on digital electronics. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ADC ആൻഡ് DAC, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. Basically, what does the word analog mean? So, analog stands for analog signal. ഇവിടെ analog signalum and here digital stands for digital signal. And sometimes we require or always we require, hello Shabna Sharin, we require a conversion from analog to digital domain. സാധാരണത്തിൽ നമ്മൾ അനലോഗ് സിഗ്നൽ എന്ന് പറയും. ഈ അനലോഗ് സിഗ്നലിനെ നമുക്ക് കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. ഒരു കമ്പ്യൂട്ടറിന് അനലോഗ് സിഗ്നലിനെ ഡയറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ സിഗ്നൽ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 3 പേര് ലൈവിലുണ്ട്. മുഹമ്മദ് മുസ്തഫ ഹലോ, അപന്യ തമ്പി ഹൈ, ഷഫ്ന ഷെറിൻ ഹലോ. അപ്പോൾ എനിക്കറിയാം ഇപ്പം നിങ്ങൾക്ക് ഒരു വേറെ ക്ലാസ് ഷെഡ്യൂളുണ്ട്. ടൈം ടേബിൾ ഞാൻ ഓർക്കുന്നില്ല. 3ാമത്തെ അവർ നിങ്ങളുടെ ഇപ്പോൾ എന്താണ് സെഷൻ അറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് ക്ലാസ് ആരെങ്കിലും അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക. അതിനുശേഷം ഇത് ഓഫ്ലൈനായിട്ട് എൻ്റെ വീഡിയോ വ്യൂ ചെയ്താൽ മതി. ഹാങ് ഔട്ടിൽ റെസ്പോണ്ട് ചെയ്യുക എന്നിട്ട്. അപ്പോൾ 3rd അവർ വെനസ്ഡേ 3rd അവർ നിങ്ങൾക്ക് ഓപ്പൺ കോഴ്സായിട്ടാണ് എടുക്കുക. ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ആരെങ്കിലും എടുക്കണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഓപ്പൺ ആരും എടുക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ പ്രോജക്റ്റ് ഉണ്ട്. സോ എനിവേ നിങ്ങൾ വേറെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് വ്യൂ ചെയ്യാം, കാണാം. സോ basically we require conversion from analog to digital. സോ ഇവിടെ ഒരു അനലോഗ് സിഗ്നലിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ജസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് ലെറ്റ് us assume that it is a sine wave. ഹലോ ഷഫ്ന ഷെറിൻ, ഓപ്പൺ കോഴ്സ് ക്ലാസ് ഉണ്ട് സാർ. ഓക്കെ ഷഫ്ന, അത് ജോയിൻ ചെയ്തോളൂ. ഓപ്പൺ കോഴ്സ് ജോയിൻ ചെയ്തോളൂ. അതിനുശേഷം നിങ്ങൾ ഓഫ്ലൈനായിട്ട് എൻ്റെ ക്ലാസ് വ്യൂ ചെയ്താൽ മതി. ഞാൻ കുറച്ച് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ടൈം കുറച്ച് കൂടുതലെടുത്തു. പ്രതീക്ഷിച്ചാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ പറയാൻ വേണ്ടി ഇച്ചിരി സമയം എടുത്തിട്ടുണ്ട്. സോ കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് കാണാം. സോ ഹിയർ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ അനലോഗ് സിഗ്നൽ. ഓക്കെ, എ സൈൻ വേവ് I have taken for example, and we can convert this sine wave to a digital signal. So from converting from analog to digital signal. So how we can represent this in digital domain? Say for example we can show discrete samples. ഇപ്പോൾ ഇവിടെ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള സാമ്പിൾസ് എടുത്തുകൊണ്ട് ഞാനിവിടെ ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്ലോട്ട് ചെയ്യാം. So this is a example where we can convert a sine wave into a digital signal or samples. ഇപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് ഈ സിഗ്നലിനെ നമ്മൾ
റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഇവിടെ ഡിജിറ്റൽ സിഗ്നൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്ക്രീറ്റ് സാമ്പിൾസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഡിസ്ക്രീറ്റ് ഈ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ കേസ് ഓഫ് എ ഡിസ്ക്രീറ്റ് സിഗ്നൽ. സാധാരണ നമ്മൾ സിഗ്നലിനെ കണ്ടിന്യൂസ്, ഡിസ്ക്രീറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ആൻഡ് ഹിയർ ഡിജിറ്റൽ സിഗ്നൽ റെഫേഴ്സ് ടു എ സ്പെഷ്യൽ കേസ് ഓഫ് എ എ ഡിജിറ്റൽ സിഗ്നൽ റെഫേഴ്സ് ടു എ സ്പെഷ്യൽ കേസ് ഓഫ് എ ഡിസ്ക്രീറ്റ് സിഗ്നൽ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഡിസ്ക്രീറ്റ് സാമ്പിൾസ് ആണ്. പക്ഷേ ഇവിടെ ഓരോ സാമ്പിളിനെയും സീറോസും വണ്ണും വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അത്തരത്തിൽ സീറോസും വണ്ണും വെച്ച് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ we can say that we have converted an analog signal to digital signal. So here the conversion is called as analog to digital conversion. And suppose we want to convert a digital signal back to an analog signal. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു അഭിലാഷ്, ഹലോ, നിങ്ങൾക്ക് ഓൺലൈൻ മീൻസ് നിങ്ങൾക്ക് ഓപ്പൺ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എൻ്റെ ക്ലാസ് അതിന് ശേഷം കണ്ടാലും മതി. ക്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനുശേഷം ഓഫ്ലൈനായിട്ട് എൻ്റെ ക്ലാസ് കണ്ടാൽ മതി. സോ ഡിജിറ്റൽ സിഗ്നൽ തിരിച്ച് അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനെ നമ്മൾ പറയുന്നതാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ. So we are converting a digital signal to analog. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ആവശ്യം വരും. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ, തിരിച്ച് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു മൈക്രോഫോൺ എടുക്കാം. ഒരു മൈക്രോഫോൺ എടുത്തിട്ട് ഇതിനെ ഒരു ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ആംപ്ലിഫൈങ് ദിസ് സിഗ്നൽ യൂസിങ് an amplifier, and you are connecting the output to a loudspeaker so that you can listen to the sound. So somebody is speaking here, for example there is a voice input, so voice is given, and using an amplifier you can amplify the signal and you get a output through a loudspeaker. So here we get the output. So the output is a amplified output അല്ലേ. ഇവിടെ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ഇവിടെ പതുക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ, മൈക്രോഫോണിലൂടെ പതുക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൗഡായിട്ട് കേൾക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ടും അനലോഗാണ്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ കൊടുത്ത ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് അനലോഗാണ്, കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അനലോഗാണ്. പക്ഷേ ഈ തരത്തിലായിരിക്കണമെന്നില്ല ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലൊരു ആവശ്യം എന്ന് പറയുന്നത്. കാരണം ചിലപ്പോൾ നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു സിഗ്നൽ പ്രോസസ്സിങ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രോസസ്സർ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വോയിസിന് കുറച്ചുകൂടെ ഒരു മെച്ചപ്പെടുത്താൻ വേണ്ടി കുറച്ച് ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാം. നമുക്ക് കുറച്ച് ഡിജിറ്റൽ ഫിൽറ്റേഴ്സൊക്കെ ഉപയോഗിച്ച് വോയിസിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക ഫ്രീക്വൻസി വൈസും അതിന് ആവശ്യമുള്ള ചില ഫിൽറ്ററിംഗ് ഒക്കെ വരുത്തി, ചിലപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്ററോ അല്ലെങ്കിൽ ഒരു ഹൈ പാസ് ഫിൽറ്ററോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഫിൽറ്ററോ അല്ലെങ്കിൽ എഫക്റ്റ്, ഇപ്പം നമുക്ക് സാധാരണ കുറേ എഫക്റ്റുകൾ ആഡ് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ ഡിജിറ്റൽ സൗണ്ട് എഫക്റ്റുകളൊക്കെ നിങ്ങൾ പല എഫക്റ്റ് പ്രോസസ്സറുകളുണ്ട്. ഇഫക്റ്റ് പ്രോസസ്സറുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സൗണ്ട് എഫക്ട്സ് ഉണ്ടാക്കുക. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു മോഡേൺ സ്റ്റുഡിയോ എടുക്കുകയാണെങ്കിൽ, പുതിയ കാലഘട്ടത്തിൽ ഒരു സ്റ്റുഡിയോ, ഏതെങ്കിലും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലോ എവിടെയെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എക്യുപ്മെൻറ്റ് എല്ലാം തന്നെ ഡിജിറ്റൽ എക്യുപ്മെൻ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ മൈക്രോഫോണിൽ നിന്നും കിട്ടുന്ന വോയിസിനെ സാമ്പിൾ ചെയ്ത് അതിനെ ഡിജിറ്റലാക്കി മാറ്റിയാൽ മാത്രമേ ഇത്തരത്തിൽ ഡിജിറ്റൽ നമുക്ക് പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. സോ അവിടെ സിഗ്നൽ പ്രോസസ്സിങ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നൊരു സയൻസ് കൊണ്ട് നമുക്ക് പഠിക്കാനുള്ളൊരു വിഷയമാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്. and a processor which performs this function is called as a digital signal processor. ഇപ്പോൾ സാധാരണ ഇതിൽ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് അഥവാ സിഗ്നൽ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെ ഹോം ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, മൊബൈൽ ഫോണിലായിക്കോട്ടെ, കമ്പ്യൂട്ടേഴ്സിലായിക്കോട്ടെ, നമുക്ക് പലയിടത്തും ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആവശ്യമുണ്ട്. അത്തരത്തിൽ സിഗ്നൽ പ്രോസസ്സേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ലാബിൽ
അവിടെ നമ്മൾ ഒരു സിഗ്നൽ പ്രോസസർ IC നമ്മൾ ഉണ്ട്, അവിടെ ഒരു ഫെസിലിറ്റി ഉണ്ട്, TMS 320C എന്ന് പറയും. ഇതൊരു സിഗ്നൽ പ്രോസസ്സർ ആണ്. ഇത് ബേസിക്കലി നമ്മൾ സാധാരണ മൈക്രോ കൺട്രോളേഴ്സ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന വിഷയമാണ് മൈക്രോ കൺട്രോളേഴ്സ്. അപ്പോൾ ഈ മൈക്രോ കൺട്രോളേഴ്സിന് ഒരു സ്പെഷ്യൽ കേപ്പബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നതാണ് ഇതിന് ഉള്ള കേപ്പബിലിറ്റി. ഇപ്പോൾ സാധാരണ ഇതിൽ സിഗ്നൽ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി ഉണ്ടാണെങ്കിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള എന്താ പറയുക മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെ പ്രോസസ്സിംഗ് സ്പീഡൊക്കെ ഒരുപാട് കൂടുതൽ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ളൊരു സ്പെഷ്യൽ പർപ്പസ് മൈക്രോ കൺട്രോളറിനെയാണ് ഇവിടെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ ഇത്തരത്തിൽ TMS 320C പോലുള്ള പ്രോസസ്സറാണ് ഇവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് നമുക്ക് ഇപ്പം ആവശ്യമായിട്ട് ഉള്ളൊരു സയൻസാണ്. ഒരുപാട് തലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ബയോമെഡിക്കൽ ആയിക്കോട്ടെ, അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിന് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇമേജ് പ്രോസസ്സിങ്, അതിൽ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ് ഞാനിവിടെ കുറച്ച് ഔട്ട് ഓഫ് ദ സിലബസ് പറയുന്നുണ്ട്, കാരണം ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്, അപ്പോൾ ഇതിനെ നമ്മൾ അഡ്വാൻസ്ഡ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയാം, DSP എന്ന് പറയാം. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് ഒരു അഡ്വാൻസ്ഡ് സിഗ്നൽ പ്രോസസ്സിംഗ് മെത്തേഡ്സ് ആണ്. പിന്നെ കൂടാതെ നമ്മൾ സ്പീച്ച് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് UGC അനുവദിച്ച ഒരു നാഷണൽ പ്രോജക്റ്റാണ്. ഞാനിവിടെ സ്പീച്ച് പ്രോസസ്സിങ്ങിലാണത് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ടൈറ്റിൽ അഡാപ്റ്റീവ് സ്പീച്ച് റെക്കഗ്നിഷൻ ഫോർ സ്പീച്ച് ഡിഫെക്ട്സ് ഇൻ മലയാളം ലാംഗ്വേജ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഏരിയ എന്ന് പറയുന്നത് സ്പീച്ച് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഏരിയയിലാണ്. സോ ദി സ്പീച്ച് പ്രോസസ്സിംഗ് ഓൾസോ കംസ് അണ്ടർ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. അപ്പോൾ ഇവിടെ ഇമേജ് പ്രോസസ്സിംഗ് അഥവാ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്, ദെൻ സ്പീച്ച് പ്രോസസ്സിംഗ്, ദെൻ ദർ ആർ മെനി അതർ ആപ്ലിക്കേഷൻസ് ഇൻ ബയോമെഡിക്കൽ ഫീൽഡ്. ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഒരുപാട്. ഇപ്പോൾ എൻ്റെ റിസർച്ച് എന്ന് പറയുന്നത് ബയോമെഡിക്കൽ ഏരിയയിലുള്ള ഒരു റിസർച്ചാണ്. ഈ ബേസിക്കലി ഇമേജ് പ്രോസസ്സിംഗ് ആണ്, ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ബയോമെഡിക്കൽ ഏരിയയിലാണ് ഞാനത് അപ്ലൈ ചെയ്തത്. എൻ്റെ റിസർച്ച് ഔട്ട്കം എന്നുള്ളത് എനിക്ക് യൂസ്ഫുൾ ആകുന്നത് ബയോമെഡിക്കൽ ഫീൽഡിലാണ്. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ 4D ഗ്രാഫിക്കൽ വിഷ്വലൈസേഷൻ ഫോർ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് സ്പൈനൽ സർജറി. സ്പൈനൽ സർജറിയിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ ഡെവലപ്പ് ചെയ്തു. അത് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ്. അത് സർജറിക്ക് ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്, ഒരു സെറ്റപ്പാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ അതിനകത്ത് ഇമേജ് പ്രോസസ്സിങ്, പ്രത്യേകിച്ച് റിയൽ ടൈം വീഡിയോ പ്രോസസ്സിംഗ് ഒക്കെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു സെറ്റപ്പും അതിനു വേണ്ടിയുള്ളൊരു അൽഗോരിതവും അതിനുവേണ്ടി ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തു. അത് ഒരു പേറ്റൻറ്റും എനിക്ക് ഈ ഏരിയയിലുണ്ട്. കൂടാതെ എനിക്ക് പബ്ലിക്കേഷൻസും ഇൻ്റർനാഷണൽ ജേർണലുകളിലുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്, റിസർച്ചിലുള്ള എൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ ബയോമെഡിക്കൽ ഫീൽഡിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേറൊന്നും വേണ്ടിയല്ല. നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇനി അടുത്ത സെമസ്റ്ററിൽ 6th സെമ്മിലൊക്കെ സിഗ്നൽ പ്രോസസ്സിംഗ്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, ഏതൊക്കെ തലങ്ങളിൽ ആവശ്യമുണ്ട് എന്നൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ്. തിരിച്ച് നമ്മളിതിലേക്ക് വരാം. ഇവിടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ചെയ്യുന്നത് ADC എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്. സോ വി ആർ യൂസിങ് എ ഡിവൈസ് കോൾഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ADC, for converting from analog to digital, and to convert it back to an analog signal we require what is called as DAC. So DAC, which stands for digital to analog converter. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിളായിട്ടുള്ള പ്രോസസ്സിങ്ങിൽ അനലോഗ് ഇൻപുട്ട് കൊടുക്കുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, അതിനെ ഔട്ട്പുട്ടും അനലോഗിൽ തന്നെ നമുക്ക് കിട്ടുന്നു. ഇത്തരത്തിലൊരു ആപ്ലിക്കേഷനാകാം. അല്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് നമുക്ക് നടത്താം.
അപ്പോൾ ഇവിടെ അത്തരത്തിലൊരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു മൈക്ക് എടുത്ത് നമ്മൾ നേരെ പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഒരു പ്രീ പ്രോസസ്സിങ് അല്ലെ പ്രീ ആംപ്ലിഫയർ, ഈ പ്രീ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നേരെ ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൽ കൊടുക്കുക, ഒരു A-to-D കൺവേർട്ടർ. ഈ A-to-D കൺവേർട്ടർ കൊടുത്തതിന് ശേഷം ഈ കൺവേർട്ട് ചെയ്ത സിഗ്നലിനെ നമുക്ക് ഇവിടെ ഒരു സിഗ്നൽ പ്രോസസ്സിങ് നമുക്ക് നടത്താം. ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഫിൽറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ അല്ലെങ്കിൽ എൻഹാൻസ്മെൻ്റ് ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വോയിസ് എൻഹാൻസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഇവിടെ നമുക്ക് ഭംഗിയാക്കാം, നമ്മുടെ വോയിസൊക്കെ ഒന്നുകൂടെ ഭംഗിയാക്കാനായിട്ട് ഇവിടെ ഫിൽറ്ററോ അല്ലെ മറ്റ് എൻഹാൻസ്മെൻറ്റ്സോ ഒക്കെ ഉപയോഗിക്കാം. ഏതായാലും ഇതൊരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു DSP പ്രോസസ്സറാണ്, അത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സറാണ്. അങ്ങനെ കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെ ഡിജിറ്റലാണ്. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ നമുക്ക് കിട്ടിയായിട്ട് നേരെ സ്പീക്കറിലേക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ നമുക്ക് തിരിച്ച് ഇതിനെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ട് ചെയ്യണം. അതിന് D2A കൺവേർട്ടർ ഉപയോഗിക്കാം. അതായത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉപയോഗിച്ച് ഇതിനെ തിരിച്ച് അനലോഗ് ആക്കണം അല്ലേ. ആക്കിയതിന് ശേഷം ഇത് ഫർദർ നമുക്ക് ആംപ്ലിഫൈ ചെയ്യണം. അതിനൊരു ആംപ്ലിഫയർ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ അനലോഗാണ്. ഈ അനലോഗ് സിഗ്നലിനെ വീണ്ടും ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം നേരെ ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് സ്ലൈറ്റ്ലി കോംപ്ലക്സ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മുന്നത്തെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ പ്രോസസ്സർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നേരിട്ട് ഇതിനെ ആംപ്ലിഫൈ ചെയ്യുക ചെയ്തത്. ലൗഡ് സ്പീക്കറിലേക്ക് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നേരെ ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്നു. മൈക്രോഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്കിവിടെ ലൗഡ് സ്പീക്കറിൽ ലൗഡായിട്ട് കേൾക്കാൻ കഴിയും. അതേസമയം ഇവിടെ നമ്മളിത് ഒരു പ്രോസസ്സിങ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ മൈക്രോഫോണിൽ നമ്മൾ സംസാരിക്കുന്നു, വോയിസ് മൈക്രോഫോണിലേക്ക് അത് നേരെ ആദ്യം ഒരു പ്രീ ആംപ്ലിഫിക്കേഷൻ ആവശ്യമാണ്. കാരണം അതിലൊരു നെസസറി വോൾട്ടേജ് ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ഒരു പ്രീ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനാണ് പ്രീ ആംപ്ലിഫയറിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു പവർ ആംപ്ലിഫയറാണ്. അപ്പോൾ പ്രീ ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരുപക്ഷെ ഫസ്റ്റ് ഇയറിൽ സർക്യൂട്ട്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പർപ്പസ് അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇവിടെ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ ഒന്നിലധികം ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ, പവർ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിനെ ആംപ്ലിഫൈ ചെയ്ത് പ്രീ ആംപ്ലിഫൈ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ നടത്തി പിന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ നമ്മൾ നടത്തുന്നു. A-to-D കൺവേർഷൻ, അനലോഗ് ടു ഡിജിറ്റൽ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ADC ആണ്. ഒരു ADC ആണ് ഇവിടെ നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു DSP പ്രോസസ്സർ ഉപയോഗിക്കുന്നു, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ. ദെൻ ആ ഡിജിറ്റൽ സിഗ്നലിനെ വീണ്ടും തിരിച്ച് നമ്മൾ ലൗഡ് സ്പീക്കറിൽ കേൾക്കണമെങ്കിൽ അങ്ങനെ തന്നെ കൊടുത്ത ആംപ്ലിഫൈ ചെയ്താൽ കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DSPയുടെ ഔട്ട്പുട്ട് അല്ലെ ADCയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ ഡിജിറ്റലാണ്. ഈ ഘട്ടത്തിലൊക്കെ ഇതൊക്കെ ഡിജിറ്റലാണ്. ഇവിടെയും ഡിജിറ്റലാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ സിഗ്നൽ ഒരിക്കലും നമുക്കൊരു ലൗഡ് സ്പീക്കറിൽ കൊടുത്താൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒന്നും നമുക്ക് അതിനകത്ത് കേൾക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്പീച്ചോ അല്ലെ എന്തെങ്കിലും മ്യൂസിക്കോ സിംഗിങ്ങോ എന്തെങ്കിലും ആയിരിക്കാം. ഈ സിംഗ് ചെയ്യുന്നതിൽ മ്യൂസിക് നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഒരാൾ പാടുകയാണെന്ന് വിചാരിക്കാം. അത്തരത്തിലൊരു പാട്ട് പാടുകയാണെങ്കിൽ ഇത് നേരെ നമുക്ക് മുന്നത്തെ സെറ്റപ്പിൽ അത് അങ്ങനെ തന്നെ കേൾക്കാൻ കഴിയും. ആംപ്ലിഫൈ ചെയ്ത് പ്രീ ആംപ്ലിഫയർ ഇവിടെ ഉണ്ട്, ഞാൻ ഒറ്റ ബ്ലോക്കിൽ വരച്ചതേ ഉള്ളൂ. പ്രീ ആംപ്ലിഫൈ ചെയ്ത് പവർ ആംപ്ലിഫിക്കേഷൻ നടത്തി ലൗഡ് സ്പീക്കർ കൊടുത്തു. നമുക്കിത് കേൾക്കാം ലൗഡായിട്ട്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, ഇതിനൊന്ന് പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. മൈക്കിൽ സിങ് ചെയ്തത് ആദ്യം ഒന്ന് പ്രീ ആംപ്ലിഫയർ ചെയ്തതിന് ശേഷം അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ വരെ ഇവിടെ ഇത് അനലോഗാണ് സിഗ്നൽ, അനലോഗ് സിഗ്നലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത് ഇവിടെ അനലോഗാണ്. ഇത് കഴിഞ്ഞിട്ട് ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞാലും അപ്പോഴും അനലോഗാണ്. പക്ഷേ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ നടത്തിക്കഴിഞ്ഞാൽ അത് ഡിജിറ്റലായി സിഗ്നലായി മാറി. ഇവിടെ ഡിജിറ്റൽ സിഗ്നലിനെയാണ് വീണ്ടും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഒരു DSP പ്രോസസ്സർ ഉപയോഗിക്കാം. ഈ ഓപ്ഷനിൽ നമുക്ക് ഈ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ എന്ന് പറയുന്നത്
ഒരു കമ്പ്യൂട്ടറും ആകാം. കാരണം പലപ്പോഴും നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിലാണ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ്. ഒരു ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒരു കമ്പ്യൂട്ടറാണ് ഇവിടെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സറിന് പകരം ഉപയോഗിക്കുന്നത്. ഇത് വീണ്ടും അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഡിജിറ്റലാണ്. ഈ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ അഥവാ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് വീണ്ടും ഡിജിറ്റലാണ്. അതിനെ വീണ്ടും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ചെയ്തിട്ട് വേണം അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്, അതായത് ഹെഡ്ഫോൺ ഔട്ട്പുട്ടിൽ ചിലപ്പോൾ നമ്മൾ അവിടെ ഓൾറെഡി ഒരു ഇൻബിൽട്ട് ഒരു 4 ബിറ്റോ അല്ലെ 8 ബിറ്റ് D2A കൺവേർട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് അവിടെ അനലോഗാക്കി മാറ്റുന്നത്. അപ്പോൾ അത് കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു പാർട്ടായിട്ടിരിക്കും. അത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊരു പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഇത്തരത്തിൽ 2 ഡിവൈസ് ഉണ്ട്. ഒന്ന് ADC, രണ്ടാമത്തത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷന് വേണ്ടി ഒരു DAC ചിപ്പും ഉണ്ടാവും, IC. ഇതൊക്കെ IC-കളാണ്. ADC എന്ന് പറയുന്ന ഒരു IC ആണ്, DAC എന്ന് പറയുന്നത് മറ്റൊരു IC ആണ്. ഇത്തരത്തിൽ IC-കൾ ഉപയോഗിച്ചിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഇസ് ഓൾസോ അനദർ IC, and you can convert this digital signal back to analog signal using a digital to analog converter, and further you can amplify this signal, and finally it can be connected to a loudspeaker so that you can hear what is being said or what is being introduced to the microphone. എന്താണ് മൈക്രോയിലേക്ക് ഒരു പാട്ടാണ് പാടുന്നതെങ്കിൽ ആ പാട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ഇഫക്റ്റ് പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പ്രോസസ്സ് ചെയ്തതിന് ശേഷമുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്കിവിടെ ലൗഡ് സ്പീക്കറിൽ കേൾക്കാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ എന്തിനാണെന്നും എന്താണ് അതിന് ഉപയോഗിക്കുന്ന ഡിവൈസ് എന്നും തിരിച്ച് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഏതായാലും കൺവേർഷൻ A to D കൺവേർഷൻ ടെക്നിക്സ് എന്താണെന്നുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പഠിക്കാം. സോ ഹിയർ ADC uses several techniques such as there are different types of converters such as flash converter. So ADC are different types of ADCs, different types of ADCs are available. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ADC എന്ന് പറയുന്നത്? ഒന്ന് ഫ്ലാഷ് ആണ്. ഓക്കെ, ഒന്ന് നമ്പർ 1 ഈസ് ഫ്ലാഷ് ടൈപ്പ് കൺവേർട്ടർ. And the second one is successive approximation. That is SAR, successive approximation. Then next is the counter ramp method, third type, counter ramp. So these are the different techniques used in ADC, and now let us briefly discuss about these types. Then in different types there are DAC are different types, digital to analog conversion, and we are discussing about a weighted resistor method. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് DACയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വെയ്റ്റഡ് റെസിസ്റ്റർ ആൻഡ് R2R ലാഡർ ആണ്. വെയ്റ്റഡ് റെസിസ്റ്റർ ആൻഡ് R2R അതിലുള്ള റെസിസ്റ്റൻസിൻ്റെ സ്ട്രക്ചർ കൊണ്ടാണ് R2R എന്നുള്ള പേര്. R എന്ന് പറയുന്നത് അവിടെ റെസിസ്റ്റൻസ് ആണ്. R2R ladder. And finally we study about the parameters of DAC and ADC. So next let us see
different types of ADC. So first we will discuss about A to D converter. A to D converter, simultaneous conversion. So in the simultaneous conversion, we are using comparators with different reference voltage levels. So let us see the circuit of a simultaneous A to D converter. So these are comparator. Basically, I hope that you know what is meant by comparator. കാരണം ഇത് നിങ്ങൾ അനലോഗ് പഠിക്കുന്ന സമയത്ത് ഓപ്പാമ്പ് കമ്പാരേറ്റർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. കാരണം കമ്പാരേറ്ററിൻ്റെ തിയറി നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ യു ഹാവ് ബേസിക്കലി കമ്പാരേറ്റർ. സോ എ കമ്പാരേറ്റർ സച്ച് ആസ് എൻ ഓപ്പാമ്പ് കമ്പാരേറ്റർ. ഇത് ഇത്തരത്തിലൊരു കമ്പാരേറ്ററാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 3 കമ്പാരേറ്റർ നമുക്കുണ്ട്. So I can show it by comparator here, comparator and one more comparator. So there are totally 3 comparators, and the outputs, can take the outputs here. So let it be C1, then C2, then C3, and these are the comparator outputs. And here we can you already know that every comparator has got a reference voltage. So one of the voltages we can take as a fixed voltage, and that fixed voltage is called as a reference voltage. ഇവിടെ reference voltage എന്ന് പറയുന്നത് 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. റെഫറൻസ് വോൾട്ടേജ് ആദ്യത്തേത് +V/4. V എന്ന് പറയുന്ന ഒരു സപ്ലൈയിൽ നിന്ന്, ഒരു സപ്ലൈ സോഴ്സിൽ നിന്നും ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അതിൻ്റെ 1/4 വാല്യൂ, അതായത് +V/4 ആണ് ഒരു റെഫറൻസ് വോൾട്ടേജ്. അടുത്ത റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് +V/2 ആണ്. +V/2 ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ദി സപ്ലൈ വോൾട്ടേജ്. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ്, ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ നെറ്റ്വർക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു വോൾട്ടേജ് നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട്. So this is the second reference voltage.
and one more we can have, that is plus 3V by 4. It is yet another reference voltage. അങ്ങനെ 3 റെഫറൻസ് വോൾട്ടേജാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ ഹിയർ ദി സെക്കൻഡ് ഇൻപുട്ട്, സോ വിച്ച് ഈസ് ദ വേരിയബിൾ ഇൻപുട്ട് അല്ലേ. ഇവിടെ സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളെ വേരിയബിൾ ഇൻപുട്ട്, കാരണം ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ഈ വോൾട്ടേജ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഈ റെഫറൻസ് ഓരോ റെഫറൻസ് വോൾട്ടേജായിട്ട് കമ്പയർ ചെയ്തിട്ട് കമ്പാരേറ്റർ സ്വിച്ച് ചെയ്യണം. കമ്പാരേറ്റർ സ്വിച്ച് ചെയ്ത് ഔട്ട്പുട്ട് ഹൈ അല്ലെങ്കിൽ ലോ എന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് കോമൺ ആയിട്ട് ഒരൊറ്റ ഇൻപുട്ടാക്കി മാറ്റണം. സോ ദിസ് ഈസ് ദി അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ്. ദി അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് 0 to V വോൾട്ട്സ്. അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. 0 to V വോൾട്ട്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ വോൾട്ടേജ്. അപ്പോൾ ഇങ്ങനെ ഒരു അനലോഗ് വോൾട്ടേജ് 0 മുതൽ V വരെ വേരി ചെയ്യുന്നൊരു വോൾട്ടേജാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഓരോ വോൾട്ടേജ് അല്ലെ ഓരോ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഇവിടെ ഒന്നെങ്കിൽ ഇത് V/4 ക്രോസ് ചെയ്യും. ഈ ഒരു സ്റ്റേജ് നമുക്കൊരു V/4 പ്ലസ് V/4 വാല്യൂ ആക്കാം. ഇതിൻ്റെ പകുതി എന്നുള്ളത് V/2 ആക്കാം, പ്ലസ് V/2. ഇതിൻ്റെ മുക്കാൽ ഭാഗം ഏകദേശം ഇവിടെ എന്നുള്ളത് 3V/4 എന്നെടുക്കാം. അപ്പോൾ ഇത് ഓരോ പോയിന്റിലും ഇത് അതത് റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇറ്റ് ഈസ് ഫൗണ്ട് ഔട്ട് വെദർ ദി പർട്ടിക്കുലർ വോൾട്ടേജ് ഹാസ് ക്രോസ്ഡ് ദി റെഫറൻസ് വോൾട്ടേജ്. ഇഫ് ഇറ്റ് ഹാസ് ക്രോസ്ഡ് ദി റെഫറൻസ് വോൾട്ടേജ് ദെൻ ദി പർട്ടിക്കുലർ കമ്പാരേറ്റർ സ്വിച്ചസ് ടു ഹൈ. ഇപ്പോൾ ഉദാഹരണത്തിന് V/4 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരേറ്റർ ഔട്ട്പുട്ട് C1 ഹൈ ആവും. ഇനി അത് V/2 റെഫറൻസ് വോൾട്ടേജിനെ ക്രോസ് ചെയ്താൽ എക്സീഡ് ചെയ്താൽ C2 ഔട്ട്പുട്ട് ഹൈ ആവും. വീണ്ടും 3V/4 വോൾട്ടേജിനെ എക്സീഡ് ചെയ്താൽ C3 ഔട്ട്പുട്ട് ഹൈ ആവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇവിടെ കമ്പാരേറ്റർ ഔട്ട്പുട്ട്സ് നമുക്ക് കാണിക്കാം. വി ക്യാൻ ഷോ ഇറ്റ് യൂസിങ് ട്രൂത്ത് ടേബിൾ. സോ നെക്സ്റ്റ് വി ക്യാൻ ഡ്രോ ദി ട്രൂത്ത് ടേബിൾ ഓഫ് ദി കമ്പാരേറ്റർ simultaneous A to D converter. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് എടുക്കാം. ഇൻപുട്ട് വോൾട്ടേജ്, then here you can take the comparator output, and here you can divide this into 3 outputs, that is corresponding to each comparator, that is C1, then C2 and C3. ഇവിടെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് വേരീസ് ബിറ്റ്വീൻ 0 to plus V/4. Then here all the comparator outputs will be low, and in between plus V/4 to plus V/2, so that means that exceeds reference here plus V/4, it exceeds plus V/4 but is less than plus V/2 in between these values, plus V/4 and plus V/2 values. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വാല്യൂ ആകുമ്പോൾ ഇവിടെ കമ്പാരേറ്റർ C1 ഔട്ട്പുട്ട് ഹൈ ആവും. സോ വി ക്യാൻ സോ ദാറ്റ് ദി കമ്പാരേറ്റർ C1 output becomes high and the other two comparator outputs are low. Then from say plus V/2 to 3V/4, that means it has exceeded plus V/4 but it is less than plus 3V/4, plus 3V/4. സോ ഈ കേസിൽ നമുക്ക് സർക്യൂട്ടിൽ നോക്കിയാൽ കാണാം ഇവിടെ V2നേക്കാൾ പ്ലസ് V/2നേക്കാളും പ്ലസ് V/2നേക്കാളും എക്സീഡ് ചെയ്തു അല്ലേ, പക്ഷേ പ്ലസ് 3V/4നേക്കാളും കുറവാണ്. അങ്ങനെയുണ്ട് C2 ഔട്ട്പുട്ട് വിൽ ബി ഹൈ അല്ലേ. ഇവിടെ C2 ഹൈ ആണ്. ഓൾറെഡി C1 എന്ന് പറയുന്നത് പ്ലസ് V/4 എക്സീഡ് ചെയ്തുകൊണ്ട് C1ഉം ഹൈ ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് V/4നേക്കാൾ കൂടുതലാണ്. ഇനി വീണ്ടും പ്ലസ് V/2നേക്കാളും കൂടുതലാണ്, പക്ഷേ പ്ലസ് 3V/4നേക്കാൾ ചെറുതാണെങ്കിൽ C1ഉം C2ഉം ഹൈ ആവും. So we can show that C1 and C2 are high. Here C1 and C2 are high while C3 is low. Then if it exceeds plus 3V/4,
x is plus 3b/4 to the maximum voltage, that is plus v. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 3 ലെവൽസും ക്രോസ് ചെയ്തു അല്ലേ, 3 റെഫറൻസ് വോൾട്ടേജ് ലെവലും ക്രോസ് ചെയ്തു. പ്ലസ് v/4 ക്രോസ് ചെയ്തു, പ്ലസ് v/2 ക്രോസ് ചെയ്തു, പ്ലസ് 3v/4 ക്രോസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട്, അതായത് C1ഉം C2ഉം C3ഉം അത് 3ഉം ഹൈ ആവും. കാരണം അതിൻ്റെ റെഫറൻസ് വോൾട്ടേജ് ഇൻപുട്ടിനേക്കാൾ അധികമാണ് അതിൻ്റെ സെക്കൻഡ് ടെർമിനലിൽ, അതായത് വേരിയബിൾ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന സെക്കൻഡ് ടെർമിനലാണ്. ആ ടെർമിനലിലുള്ള വോൾട്ടേജ് ഈ പറയുന്ന റെഫറൻസ് വോൾട്ടേജിനേക്കാൾ അധികമാണെങ്കിൽ ആ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടുകൾ ഹൈ ആകും. ഇതാണ് കമ്പാരേറ്ററിൻ്റെ യൂസ് എന്ന് പറയുന്നത്. സോ ഇവിടെ 3 കമ്പാരേറ്റർ ഔട്ട്പുട്ടുകളുടെയും റെഫറൻസ് വോൾട്ടേജ് എക്സീഡ് ചെയ്തുകൊണ്ട് the output of the 3 comparators will be high. So this is high and this is also high. That is C1, C2 and C3, all these are high. So the process of converting an analog voltage into an equivalent digital signal is known as analog to digital conversion. This operation is somewhat more complicated than the converse of D2A operation. അപ്പോൾ സാധാരണ D2A operation എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. പക്ഷേ ഇവിടെ ഈ ഓപ്പറേഷൻ അനലോഗ് ടു ഡിജിറ്റൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്ലൈറ്റ്ലി അത് ആ ഒരു കൺവേർഷൻ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി ഇവിടെ തരമിന് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ആൻഡ് ദ സിംപ്ലസ്റ്റ് ഓഫ് വിച്ച് ഇസ് പ്രോബബ്ലി സൈമൾട്ടേനിയസ് മെത്തേഡ്. ഇപ്പോൾ ഇവിടെ സൈമൾട്ടേനിയസ് മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ കമ്പാരേറ്റർ ഉപയോഗിച്ചുള്ള സൈമൾട്ടേനിയസ് മെത്തേഡാണ് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള A to D കൺവേർഷൻ. സോ ഇവിടെ ADC അഥവാ A to D കൺവേർട്ടർ എന്ന് പറയുന്നത് കൺവേർഷൻ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ ഈ സർക്യൂട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള A to D കൺവേർട്ടർ, സൈമൾട്ടേനിയസ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ a number of methods have been developed and the simplest of which is the simultaneous A to D converter. ഇനി ഇവിടെ the simultaneous method of A to D conversion is based on the use of number of comparator circuits. ഇവിടെ നമ്മൾ 3 കമ്പാരേറ്റർ സർക്യൂട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, 3 കമ്പാരേറ്ററുകൾ. അപ്പോൾ ഇതേപോലെ നമുക്ക് 3-ലധികവും കൊടുക്കാം. ഇപ്പോൾ ഒരു 8 കമ്പാരേറ്റർ ഉപയോഗിച്ച് നമുക്ക് 8 ലെവലുകൾ നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, വൺ സച്ച് സിസ്റ്റം യൂസിങ് 3 കമ്പാരേറ്റേഴ്സ് ഷോൺ ഇൻ ദിസ് ഫിഗർ. ഇവിടെ 3 കമ്പാരേറ്റർ ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. Then analog signal to be digitized serve as one of the input to each comparator. ഇവിടെ നമുക്ക് ഈ അനലോഗ് സിഗ്നൽ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, ഓരോ അനലോഗ് സിഗ്നലിൻ്റെ ഇൻപുട്ട് നമ്മൾ അതായത് കമ്പാരേറ്ററുകളുടെ വൺ ഓഫ് ദി ഇൻപുട്സ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് അല്ലേ. ദെൻ ദ സെക്കൻഡ് ഇസ് എ സ്റ്റാൻഡേർഡ് റെഫറൻസ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇതാണ് സ്റ്റാൻഡേർഡ് റെഫറൻസ് വോൾട്ടേജ്. ദെൻ ഇവിടെ 3 ലെവൽസ് ഞാൻ പറഞ്ഞു, പ്ലസ് v/4 പ്ലസ് v/2 ആൻഡ് പ്ലസ് 3v/4. ഇതിനെ ബേസ് ചെയ്ത് കമ്പയർ ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് ഇവിടെ ട്രൂത്ത് ടേബിൾ കണ്ടു എന്താണെന്നുള്ള മനസ്സിലാക്കി. ഇത്തരത്തിലാണ് നമ്മുടെ സൈമൾട്ടേനിയസ് A to D കൺവേർഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് അനലോഗ് സിഗ്നലിനെ ഇപ്പോൾ ഇവിടെ നമ്മൾ കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ഒരു അനലോഗ് സിഗ്നലിനെ നമുക്കൊരു ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. ഇവിടെ നമുക്ക് ഇതിൻ്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 3 കമ്പാരേറ്റർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒത്തിരി ആക്യുറേറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 to v/4 ആണെങ്കിൽ അത് എവിടെയാണെങ്കിലും അത് ഇതിൻ്റെ ഇടയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഇത് തന്നെയാണ് ഔട്ട്പുട്ട്, 0 എന്ന ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ റെസൊല്യൂഷൻ നമുക്ക് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് കമ്പാരേറ്റേഴ്സ് എന്ന് പറയുന്ന എണ്ണം കൂട്ടേണ്ടി വരും. അങ്ങനെ അത്തരത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് 3 ബിറ്റ് കൺവേർട്ടറാണ് ഇവിടെ നമുക്ക് ഇതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുള്ളത്. വി ആർ യൂസിങ് ഓൺലി എ 3 bit കൺവേർട്ടർ ഹിയർ ആൻഡ് സോ ദാറ്റ് the accuracy is found to be having somewhat less when compared with an 8-bit circuit. 8-bit comparators ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അവിടെ കൺവേർഷൻ ആക്യുറസി കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. And in general it can be said that 2 raised to n-1 comparators are required to convert a digital signal
if it has n bits. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കൺവേർഷൻ കുറച്ചുകൂടെ നന്നായി കിട്ടണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടൊരു കൺവേർട്ടഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ജനറലി വി ക്യാൻ യൂസ് സം റിലേഷൻഷിപ്പ് സംതിങ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് there are 2 raised to n minus 1 comparators are required to convert to a digital signal, convert to a digital signal that has n bits. ഇപ്പോൾ ഇവിടെ 3 ബിറ്റ്സ് എന്നാണ് നമുക്ക് ഈ എക്സാമ്പിൾ ഉദാഹരണത്തിന് തന്നത്, കാരണം ഇവിടെ 3 ബിറ്റാണ്. C1 C2 C3 3 ബിറ്റാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ കിട്ടുന്നത് മാക്സിമം എന്താണ് ഇവിടെ നമുക്ക് നമ്മുടെ കമ്പാരറ്ററിൽ വരുന്ന എത്രയാണ് ഇതിൻ്റെ ഡിജിറ്റൽ സിഗ്നൽ എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എങ്ങനെയാണ്? 3 ബിറ്റ് കിട്ടാവുന്ന മാക്സിമം നമുക്കിവിടെ 2⁻³ - 1. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് 2⁻³ - 1, ദാറ്റ് ഈസ് 8 - 1 ഓർ 7. ഇപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഇതിനകത്തുള്ള maximum possibility എന്ന് പറയുന്നത്. So we can say in general we can say that 2⁻n - 1 comparators are required to convert a digital signal that has n bits. Okay. ഇതിനകത്ത് നമ്മൾ വോൾട്ടേജ് ലെവൽസിൻ്റെ ടേമിൽ സംസാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീസ്റ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 തുടങ്ങി 1, 2, 3, 4, 5, 6 up to 7. അങ്ങനെ ടോട്ടൽ നമുക്ക് 8 ലെവൽസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ റെസൊല്യൂഷൻ ഇവിടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു മിനിമം കമ്പാരേറ്റർ എടുത്തുള്ളൂ. അത് എക്സ്പ്ലനേഷൻ സേക്കിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു 3 കമ്പാരേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഹയർ വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ 3 ബിറ്റ് ഇപ്പോൾ 3 ബിറ്റിനേക്കാൾ 3 ബിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് 2⁻³ - 1 8 എണ്ണമാണ്. 8 കമ്പാരേറ്റർ നമുക്കിവിടെ ആവശ്യമുണ്ടാവും. ആക്ച്വലി വി റിക്വയർ generally we can say that we require how many comparators, കാരണം ഇവിടുത്തെ ലെവൽസ് എത്രയാണെന്നുള്ളതാണ്. ഇവിടെ ഞാൻ ടോട്ടൽ 8 ലെവൽസ് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു ഡിജിറ്റൽ സിഗ്നൽ, അതായത് ഒരു അനലോഗ് സിഗ്നലിനെ നമുക്ക് കൃത്യമായിട്ടൊരു ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്കവിടെ 8 ലെവൽസ് ഉണ്ട്. അല്ലെങ്കിൽ വി റിക്വയർ 2⁻n - 1 കമ്പാരേറ്റേഴ്സ്. സോ അതായത് ഇവിടെ 8 അല്ല, 2⁻n - 1 കമ്പാരേറ്റർ, വിച്ച് മീൻസ് ദാറ്റ് വി റിക്വയർ 7 comparators. So നമുക്ക് ഇതിനെ ജനറലൈസ് ചെയ്യാം. വി റിക്വയർ for 8 levels. So for example, for using a 3 bit for conversion, we can have 7 comparators, a total of 7 comparators. അപ്പോൾ ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ് 2⁻n - 1 എന്നുള്ളത്. ഇനി ഇത് നമുക്ക് ഇത്തരത്തിലിത് ചുരുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 കമ്പാരേറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കേസിൽ ഇപ്പോൾ ഇവിടെ 3 കമ്പാരേറ്റർ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 3 കമ്പാരേറ്റർ ഉപയോഗിച്ചാണ് നമ്മളിതിവിടെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെ നെസസറിലി നമുക്കവിടെ ലെവൽസ് കുറയ്ക്കാം. അത്ര ലെവൽസ് ഇല്ല ഇവിടെ എത്ര ലെവൽസാണ് ആക്ച്വലി എണ്ണിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാവും. 4 ലെവൽസേ ഉള്ളൂ. ഇവിടെ വോൾട്ടേജ് 1, 2, 3, 4 ലെവലിൽ ഒന്നിത് ഈ ലെവൽ, അടുത്തത് ഈ ലെവൽ, അടുത്ത ഈ ലെവൽ, അടുത്ത ലെവൽ. സോ വി ആർ യൂസിങ് ഓൺലി വി ആർ യൂസിങ് ഓൺലി we have 4 ലെവൽസ് അല്ലേ. അപ്പോൾ 4 ലെവൽസിനനുസരിച്ച് നമുക്ക് എത്ര ബിറ്റാണ് നമുക്ക് ആവശ്യം വരിക? ഇവിടെ 4 ലെവൽസ് 2⁻² = 4. അപ്പോൾ 2 ബിറ്റ് എന്നുള്ളതാണ് ഇവിടെ 2 ബിറ്റ്. സോ 2 ബിറ്റാണ് ഇവിടെ നമുക്ക് റിക്വയർഡ് എന്ന് പറയുന്നത് അല്ലേ. ഈ 2 ബിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന
4 ലെവൽസ് അച്ചീവ് ചെയ്യാൻ കഴിയും. So in the next class we will see how we can use this comparators analog, which converts analog to digital, and using a coding network, how we can get a digital output. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് വീണ്ടും ഈ 8 ബിറ്റിലെ അതെ 2 ബിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇത് 3 ബിറ്റിലേക്ക് കൊണ്ടുപോകേണ്ടെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് അതിനെ എൻകോഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ തൽക്കാലം ഇതിൻ്റെ സർക്യൂട്ട് നമ്മൾ തുടക്കമായിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് അടുത്ത ക്ലാസ്സിൽ വരച്ച് തീർക്കാം. ഓൾമോസ്റ്റ് ടൈം. സോ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഈ സർക്യൂട്ട് ഇപ്പം ഞാൻ ഇവിടുത്തെ ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എൻകോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് ഒരു കോഡിംഗ് നെറ്റ്വർക്ക് ഉപയോഗിക്കണം. ആ കോഡിംഗ് നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് വീണ്ടും അവിടെ ചില ഡിജിറ്റൽ ലോജിക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഗേറ്റ്സ് ഉപയോഗിക്കേണ്ടി വരും. SR ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഫൈനലി ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട്, ഇവിടെ കമ്പാരേറ്റർ ഔട്ട്പുട്ട്സിനെ വീണ്ടും ഡിജിറ്റൽ ഔട്ട്പുട്ടാക്കി മാറ്റാനായിട്ട് ചില ഡിജിറ്റൽ ലോജിക്കും കൂടെ ഇവിടെ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കാണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണെന്നുള്ളത് നോക്കാം. സോ താങ്ക്സ് ഫോർ joining. See you in the next class. Thank you all. Bye.